ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ലോകം വളരെ പരിഭ്രാന്തിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാ മനസ്സിലും നൊമ്പരങ്ങൾ ഉണ്ടാക്കുന്നു. എന്തും എവിടെയും ഏത് സമയത്തും സംഭവിക്കാം എന്നുള്ള ചിന്ത വലിയ നിരാശയിലേക്കാണ് ജാതികളെ എത്തിച്ചിരിക്കുന്നത്. പരിഭ്രമത്തോടുകൂടിയ നിരാശ ജാതികൾക്ക് ഉണ്ടാകും. എന്നാൽ ദൈവത്തെ അറിഞ്ഞവർക്ക്, യേശുക്രിസ്തുവിലൂടെ പാപമോചനവും നിത്യജീവനും അവകാശപ്പെടുത്തുന്നവർക്ക് ഒരിക്കലും ഈ സംഭവങ്ങൾ ഭീതി ഉളവാക്കുന്നതല്ല, മറിച്ച് അവരുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന ചിന്തകളാണ് അവരുടെ ഉള്ളിലേക്ക് ദൈവം പകരുന്നത്. ഈ സാഹചര്യത്തിൽ എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ എന്താണ് കർത്താവ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. ഇനി അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. ഇത് നമ്മെ സന്തോഷിപ്പിക്കുന്ന മനോഹരമായ ഒരു വചനമാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഭൂകമ്പങ്ങളും ക്ഷാമവും ഒക്കെ അവിടെ ഇവിടായി നടക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് അല്പകാലം കഴിഞ്ഞ് വരുവാൻ ഉള്ളവൻ വരും, താമസിക്കുകയില്ല. ആരാണ് വരുവാനുള്ളവൻ? അത് കർത്താവ് തന്നെയാണ്. കർത്താവ് എന്തിനാണ് വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഒരിക്കൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു, അത് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇനിയും അവിടുന്ന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവർ ആരൊക്കെയുണ്ടോ, വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കുന്നവർ ആരൊക്കെയുണ്ടോ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാത്ത ആരൊക്കെയുണ്ടോ അവരെ ചേർക്കുവാൻ വേണ്ടി. അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. എന്നാൽ നമുക്കെന്താണ് ചെയ്യുവാനായിട്ട് ഉള്ളത്? വിശ്വാസത്താൽ നാം ജീവിക്കണം എന്ന് കർത്താവ് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ സത്യം വ്യക്തമായി ഗ്രഹിച്ചവരാണ്. കഷ്ടതകൾ നിറഞ്ഞ ഒരു വലിയ പൂർവ്വകാലം, കഷ്ടതകളോട് പോരാടിയ ദിനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നാം നിന്ന സഹിച്ച ആദിമ നാളുകളെക്കുറിച്ച് ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങളിൽ ചിലർ പരസ്യമായി നിന്ദിക്കപ്പെട്ടവരായ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം. മറ്റു ചിലപ്പോൾ അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാവാം. പീഡനം നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഇതൊക്കെ കർത്താവിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് പലരുടെയും അനുഭവങ്ങളാണ്. എന്നാൽ അവിടെയൊക്കെ നിലനിന്നു, വീഴാതെ നിന്നു. അതിന് കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തി എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് തന്ന ധൈര്യത്താലാണ് നിങ്ങൾ നിലനിന്നത് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ സ്വത്തുക്കൾ പോലും നിങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെട്ടു. എന്നാൽ കേസിനോ വ്യവഹാരത്തിനോ പോകാതെ നിങ്ങളതെല്ലാം ആനന്ദത്തോടെ സന്തോഷത്തോടെ സഹിച്ചു. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനങ്ങളാണ്. എബ്രായ ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു. അവരിൽ നിന്ന് അവരുടെ സ്വത്തുക്കൾ അപഹരിക്കപ്പെട്ടപ്പോൾ ആനന്ദത്തോടെ അവർ സഹിച്ചു. മാത്രമല്ല, പീഡിപ്പിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും പരസ്യമായി അധിക്ഷേപിക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ ധൈര്യത്തോടെ പോരാടി, പ്രശ്നങ്ങളോട് പോരാടി പിടിച്ചു നിന്നു. ഇതൊക്കെ സത്യം ഗ്രഹിച്ചതിനെ തുടർന്ന് അവർക്കുണ്ടായ കഷ്ടതകളാണ്. എന്നാൽ വിശ്വാസത്തിൽ അന്നുണ്ടായിരുന്ന തീഷ്ണതയോ തീവ്രതയോ പലർക്കും ഇല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം ലഭിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കുണ്ട ധൈര്യം നിങ്ങൾ പരിത്യജിക്കരുത്, അല്ലെങ്കിൽ തള്ളിക്കളയരുത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പിടിച്ചു നിന്നത് ദൈവം തൻ്റെ ആത്മാവിൽ നിങ്ങളെ നിറച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലുള്ള ധൈര്യം കൊണ്ടാണ്.
കഷ്ടം വന്നപ്പോൾ ധൈര്യത്തോടെ നിങ്ങളതിനെ നേരിട്ടു. രോഗങ്ങളെ നിങ്ങൾ ധൈര്യത്തോടെ നേരിട്ടു. എല്ലാ തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളെയും നിങ്ങൾ ധൈര്യപ്പെട്ട് അതിജീവിച്ചു. എന്നാൽ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ പരിത്യജിക്കാൻ പാടില്ല. ഇനിയും നിങ്ങൾ ധൈര്യമായിരിക്കണം. കാരണം അല്പകാലം മാത്രമേ ഉള്ളൂ വരാമെന്ന് പറഞ്ഞ കർത്താവ് വരുവാൻ. ദൈവേഷ്ടം ചെയ്ത് ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത വളരെ ആവശ്യമാണെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഒരിക്കലും നാം പിന്മാറി നാശത്തിലേക്ക് പോകരുത്. നാശത്തിലേക്ക് പോകുന്നവർ ഒരിക്കലും തിരിച്ചു വരുവാൻ പറ്റാത്ത ഒരു യാത്രയിലാണ്. എന്നാൽ നാം നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. നീതിമാൻ ഒരിക്കലും പിന്മാറുന്നില്ല. അവൻ വിശ്വാസത്താൽ ആണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവേഷ്ടം നിറവേറ്റി വരുവാനുള്ള കർത്താവ് വരും എന്നുള്ള ഉറപ്പോടെ സഹിഷ്ണുതയോടെ കർത്താവിനെ സേവിപ്പാൻ നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ കർത്താവിനെ നമുക്ക് നോക്കാം. സ്വർഗീയ പിതാവേ, മഹാപ്രതിഫലമുള്ള ധൈര്യം ഞങ്ങൾ ഒരിക്കലും തള്ളിക്കളയാതെ പരിത്യജിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കൃപ ചെയ്യണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ.